കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷും സുധീഷും ഹരീഷും ഡൈനിങ് ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പുറത്തു പോയ നിധിയും നികേഷും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എങ്ങോട്ട് പോയതാ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ടൗണിലേക്കാ എന്ന് നിധിയും പറയുന്നുണ്ട്. എടാ നികേഷേ, എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ട് പോയിക്കൂടെ? അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു, എത്ര സമയത്ത് തിരിച്ചെത്തും എന്നൊക്കെ എഴുതി ഈ വാതിൽ അങ്ങോട്ടിച്ചിട്ട് പോയിക്കൂടെ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ, ഞാൻ സുഭാഷ് ചേട്ടന് മെസ്സേജ് അയച്ചതാണല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അയക്കണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അതെന്തിനാ, ആർക്കെങ്കിലും ഒരാൾക്ക് അയച്ചാൽ പോരെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചില്ലെങ്കിൽ എന്താ, എൻ്റെ കൂടെയല്ലേ വന്നത്, പിന്നെന്ത് പേടിക്കാൻ എന്ന് നികേഷ് പറയുമ്പോൾ, ഇനിയിപ്പോൾ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ എന്താ കുഴപ്പം എന്ന് നിധിയും ചോദിക്കുകയാണ്. ഒരു കുഴപ്പമില്ല എന്ന് സുഭാഷും അവരെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴേക്കും, സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും സുഭാഷിനെ വിളിക്കുന്നുണ്ട്. കണ്ടോ, സുഭാഷ് ഏട്ടൻ വരെ സമ്മതിച്ചു, അങ്ങനെ ആ പ്രശ്നം തീർന്നു, ഇനി ഞങ്ങൾ പോയ കാര്യം എന്നും പറഞ്ഞ് നിധി നികേഷിൻ്റെ കയ്യിൽ നിന്നും ഒരു കവറെടുത്ത് സുഭാഷിന് കൊടുക്കുന്നുണ്ട്. ഇതെന്താ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും, ഇൻഡക്ഷൻ സ്റ്റൗ എന്ന് നിധിയും പറയുന്നുണ്ട്. അതെന്തിനാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഗ്യാസ് തീർന്നാലും ഇനി കുഴപ്പമില്ലല്ലോ, കണ്ടിട്ടില്ലേ എന്ന് നിധിയും ചോദിക്കുകയാണ്. ഇല്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, ഇവനൊരപ്പാവി, ഈ ലോകത്ത് ബൈക്കുകളെക്കുറിച്ച് മാത്രം അറിയാവുന്ന ഒരു മെക്കാനിക്ക്, ഇതേ കറണ്ടിലാ വർക്ക് ചെയ്യുന്നത് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയായിരുന്നെങ്കിൽ എന്തേ നേരത്തെ വാങ്ങാതിരുന്നേ? ഗ്യാസ് തീർന്ന് സുഭാഷ് ഏട്ടൻ വിറകടുപ്പിൽ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? ഈ തൊട്ടടുത്ത കടയിൽ ഇതുണ്ടായിരുന്നില്ലേ, എന്താ വാങ്ങാതിരുന്നേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സുധീഷും ഒരു പരിങ്ങലോടെ, ഇതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചതാ, ഇന്നലെ വൈകുന്നേരം വരെ ആലോചിച്ചതാ, ഇന്ന് രാവിലെ പോയി ആദ്യത്തെ പരിപാടി ഇത് വാങ്ങലായിരിക്കണമെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നതാ. അപ്പോഴേക്കും ദേ നിങ്ങൾ പോയി വാങ്ങിയും വന്നല്ലോ. ഞാൻ മനസ്സിൽ കാണുന്നത് നിധി മാനത്ത് കണ്ടല്ലേ, നമ്മൾ തമ്മിൽ ഒരേ വേവ് ലെങ്താണെന്ന് പറയുന്നത് ഇതുകൊണ്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ചുമ്മാ വാചകടിക്കല്ലേ, ഏത് സമയത്തും എടുത്തു വീശാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് നോണ എപ്പോഴും പോക്കറ്റിലിട്ട് നടക്കുന്ന ആളല്ലേ, എനിക്ക് നിങ്ങളെ അറിയുന്നതല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല മോളെ, എനിക്കിതിൽ പാചകം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, അതൊക്കെ എളുപ്പാ സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞു തരാം എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഇതിൽ വയ്ക്കാൻ ചില പാത്രങ്ങളൊക്കെ വേണ്ടേ എന്ന് സുഭാഷ് പറയുമ്പോൾ, ആ അത് വേണം സുഭാഷ് ഏട്ടാ, പക്ഷേ ഞാൻ മറന്നുപോയി എന്ന് നിധി പറയുമ്പോഴേക്കും, സാരമില്ല, ഞാൻ നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിയിട്ട് വരാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. അടി പരന്ന സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ, അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല മോളെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അല്ല, കുറെ വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വച്ചിട്ടില്ലേ, അതിലുണ്ടോ എന്ന് നോക്കാലോ എന്ന് സുധീഷും പറയാണ്. അകത്തെ ചാട്ടപ്പെട്ടിക്കുള്ളിൽ കുറെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്, അതിലുണ്ടോ എന്ന് നമുക്ക് നാളെ നോക്കാം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഹരീഷിന്റെ ഫോണും റിങ് ചെയ്യുന്നുണ്ട്. ആരാ വിളിക്കുന്നതെന്ന് നോക്ക് എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷും ഫോണിനടുത്തേക്ക് പോകുന്നുണ്ട്. ഹരീഷ് ഫോണെടുത്ത് ഒരു പരിങ്ങലോടെ നിൽക്കുന്നത് കണ്ട് സുധീഷും അങ്ങോട്ട് ചെന്ന് മെല്ലെ ഹരീഷിനോടായി, നീതു ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് എന്താ വട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും, സംസാരിക്കേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇതെന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും, ഇവർ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതൊന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും, ആര് പറഞ്ഞൊന്നുമില്ലെന്ന് ഞാൻ പറയാം എന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് താക്കിതോടെ വിളിക്കുമ്പോഴേക്കും, നീ ഇങ്ങനെ വിളച്ചിൽ കാണിക്കല്ലേടാ, ഞാൻ കാര്യം പറയട്ടെ എന്ന് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട്, സുഭാഷ് ഏട്ടാ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ ഓപ്പോസിറ്റ് ഗാന്ധിനഗറിലെ അവിടെ ആരെങ്കിലും സുഭാഷ് ഏട്ടനെ അറിയോ സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയുന്ന നിറയെ പേരുണ്ട്, എന്താ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഈ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് ടെൻഷനോടെ വിളിക്കുമ്പോൾ, ഈവന്മാർക്ക് ഇത് എന്താ പറ്റിയേ എന്ന് സുഭാഷും ചോദിക്കുകയാണ്. എന്നാലേ നമ്മുടെ ഹരീഷിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ അവിടെയുണ്ട്, അയാളെ കാണാൻ നിൽക്കുമ്പോഴേ ഞാൻ മുന്നിൽ ചെന്നങ്ങ് പെട്ടു, ഇപ്പോൾ ആളെ മനസ്സിലായോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും, എനിക്ക് മനസ്സിലായി, സത്യാണോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ആടാ സത്യം, വേണമെങ്കിൽ നീ ചോദിച്ചു നോക്ക് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ആണോ ഹരീഷ് ഏട്ടാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ആരാടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും, സുഭാഷ് ഏട്ടന് വേണ്ടി ഇവൻ ആലോചിച്ച പെണ്ണില്ലേ നീതു, അവളെ കാണാൻ വേണ്ടി അവളുടെ ഗേറ്റിനടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാ ഞാൻ പോയി മുന്നിൽ പെട്ടത് എന്ന് സുധീഷ് പറയുമ്പോൾ, ആഹാ നീതുവിനെ കാണാൻ പോയോ എന്ന് നിധി പറയുമ്പോഴേക്കും ഹരീഷും ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട്. ആ, ഇവൻ അവളെ കാണാൻ പോയതാണെന്നേ, പക്ഷെ അവള് കാര്യമായിട്ട് ഗൗനിച്ചില്ല, പാവം എന്ന് സുധീഷ് പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് എല്ലാവരോടായി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് അവന്റെ വായ പൊത്തിപ്പിടിച്ച് സുധീഷിനെയും വലിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട്. നിധിയും ഒരു ചിരിയോടെ, നീതുവിനെ കണ്ട് സോറി പറയണമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ, പാവം അതിന് പോയതായിരിക്കും എന്ന് സുഭാഷിനോട് പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോഴേക്കും ഭാസ്കരൻ ഒരു പാട്ടൊക്കെ പാടി തന്റെ കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. നിധി നികേഷും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ട് അവിടെ ഡൈനിങ് ഹാളിൽ നിൽക്കാണ്. അപ്പോഴേക്കും മറ്റു 3 പേരും പഴയ കുറെ ഭാണ്ഡക്കെട്ടുകളും പെട്ടികളും ഒക്കെ ആയിട്ട് ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട്.
ഇതെന്താ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ "ഓ, എടാ ഇതാണ് ഈ കിളിക്കൂട്ടിലെ നിധി. കാലാകാലങ്ങളായി അച്ഛനും ഏട്ടനും കൂടി കെട്ടിപ്പൂട്ടി വെച്ച നിധിയാ ഇത്" എന്ന് സുധീഷ് പറയുമ്പോൾ "ഇതിനകത്തൊരു മൂർഖൻ പാമ്പിരുന്നാൽ പോലും അറിയില്ലല്ലോ സുഭാഷ് ഏട്ടാ" എന്ന് നികേഷും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേറെയും 2 പെട്ടികളുമായി വന്ന് "വേണ്ടാത്തതൊക്കെ നമുക്ക് വല്ല കുപ്പിപ്പാട്ടക്കാർക്കും കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷേ ഈ വീട്ടിൽ മാത്രം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കെട്ടിപ്പൂട്ടി വയ്ക്കും" എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും "എടാ എന്നെങ്കിലും ഇതൊക്കെ പുറത്തെടുത്ത് വേണ്ടതും വേണ്ടാത്തതൊക്കെ മാറ്റിവെച്ച് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കണമെന്ന് ഞാൻ എന്നും വിചാരിക്കുന്നതാ. പക്ഷെ അതിനൊരു സമയം കിട്ടണ്ടേ" എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് നിലത്തിരുന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാണ്ഡക്കെട്ടിന്റെ കെട്ടഴിച്ച് "ഇതിലൊരു ചരിത്രം മുഴുവൻ ഉണ്ടല്ലോ സുഭാഷ് ഏട്ടാ" എന്നും പറഞ്ഞ് ഒരു കുഞ്ഞു സ്കൂൾ ബാഗ് പുറത്തെടുക്കുന്നുണ്ട്. "ഇതാരുടെ ബാഗാ?" എന്നവൻ ചോദിക്കുമ്പോഴേക്കും "ഇവന്റെ, സുധീഷിന്റെ. കുഞ്ഞുനാളിലെ സ്കൂളിൽ പോകുമ്പോൾ ഇവൻ എടുത്തിരുന്ന ബാഗാ" എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് "താടാ അതെന്റെയാ" എന്നും പറഞ്ഞ് നികേഷിന്റെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കുന്നുണ്ട് സുധീഷ്. "ആഹാ കൊള്ളാലോ നിധി, സീ മൈ സ്കൂൾ ബാഗ്" എന്ന് സുധീഷ് പറയുമ്പോഴേക്കും "ഒരുപാട് കേടായിട്ടാണല്ലേ എടുത്തു വെച്ചത്" എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. "ഹേയ് 5ാം ക്ലാസ് വരെ ഇവൻ എടുത്തതാ. 5ാം ക്ലാസ്സിന് പുതിയ ബാഗ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ ഇവന് പുതിയത് വാങ്ങിയിട്ട് ഈ ബാഗ് ഹരീഷിന് കൊടുത്തു. ഹരീഷ് നല്ല വികൃതിയായിരുന്നു. ഒറ്റ വർഷം കൊണ്ട് അവൻ ഈ ബാഗിന്റെ പരിപ്പ് എടുത്തു" എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും "ഏയ് ഞാനൊന്നുമല്ല. എല്ലാം തൊട്ടാ പൊട്ടണ സമയമാകുമ്പോഴാ എൻ്റെ കൈ തരുന്നത്. ഞാനൊന്ന് എടുക്കുമ്പോഴേക്കും അതൊക്കെ നാശാവുകയും ചെയ്യും. കുറ്റം മുഴുവൻ എൻ്റെ തലയിലും ആവും. എന്നിട്ടും ഒരു വർഷം മുഴുവൻ ഞാൻ ഈ ചെറിയ ബാഗും കൊണ്ട് സ്കൂളിൽ പോയിട്ടോ" എന്ന് ഹരീഷും പറയുന്നുണ്ട്. "പിന്നെന്തിനാ ഇതൊക്കെ എടുത്തു വയ്ക്കുന്നേ" എന്ന് നികേഷ് ചോദിക്കുമ്പോൾ "നിനക്ക് സ്കൂളിൽ പോകുമ്പോൾ തരാൻ" എന്ന് സുധീഷും പറയുന്നുണ്ട്. "ദൈവമേ, ഈ കീറിയ ബാഗും കൊണ്ടോ? ഇതും കൊണ്ടാണോ ഞാൻ സ്കൂളിൽ പോയത്" എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. "ഹേയ് അല്ലല്ല, ആ സമയത്ത് കൈ കുറച്ച് കാശുണ്ടായിരുന്നു. നിനക്കെല്ലാം പുതിയതാ വാങ്ങിയത്" എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് "ഹാവു ഭാഗ്യം, ഇനി ഇത് കളയാലോ, ഇനി ആർക്കും എടുക്കാനില്ലല്ലോ" എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി ആ കെട്ടിൽ നിന്നും ഒരു നടവണ്ടി എടുത്ത് "ഇതെന്താ സുഭാഷ് ഏട്ടാ" എന്ന് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. "ഇതൊരു നടവണ്ടിയാ. ഈ 3 പേരും ഇതുന്തിയാ നടക്കാൻ പഠിച്ചേ" എന്ന് സുഭാഷ് പറയുമ്പോൾ "അപ്പോൾ സുഭാഷ് ഏട്ടനോ" എന്ന് നിധി ചോദിക്കുമ്പോൾ "ഞാനും അച്ഛൻ എവിടെയോ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാ. പിന്നെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ എടുത്തു വെച്ചതാ" എന്ന് സുഭാഷും പറയുന്നുണ്ട്. "ആഹാ അതെന്തായാലും നന്നായി. ഇനിയിപ്പോ ഈ വീട്ടില് സുഭാഷ് ഏട്ടനോ സുധീഷിനോ ഹരീഷിനോ ആർക്കാണോ കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടാവുന്നത് ആ കുഞ്ഞിനെ ഇത് വെച്ച് നടക്കാൻ പഠിക്കാലോ" എന്ന് നിധി പറയുമ്പോഴേക്കും "കേട്ടോടാ, കല്യാണം കഴിഞ്ഞ് കുട്ടിയുടെ കാര്യം വരെയൊക്കെ ആയി" എന്ന് സുധീഷ് ഹരീഷിനോടായി പറയുമ്പോഴേക്കും "കല്യാണം കഴിഞ്ഞ് എന്നൊരു വാക്ക് കൂടി പറഞ്ഞു. അതിന് സുധീഷ് ഏട്ടനെ വക വയ്ക്കുന്നില്ല എന്നർത്ഥം" എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും താഴേക്കിരുന്ന് "പാത്രങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ" എന്ന് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. "ഉണ്ട് മോളെ, ഇതാ" എന്ന് പറഞ്ഞൊരു ചാക്ക് കെട്ടെടുത്ത് നിധിയുടെ അടുത്തേക്ക് വയ്ക്കുകയാണ് സുഭാഷ്. നിധി അതിലെ പാത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കൊണ്ട് "ഒക്കെ നാശായി സുഭാഷ് ഏട്ടാ, ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല" എന്ന് പറഞ്ഞ് നികേഷിനോടായി "നികേഷേ, ആദ്യം ഇതൊക്കെ ഒന്ന് പുറത്തു കൊണ്ട് വച്ചേ" എന്ന് നിധി പറയുന്നുണ്ട്. നിധി അപ്പോഴേക്കും തൊട്ടടുത്തിരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു നോക്കിക്കൊണ്ട് "ഇതൊക്കെ നിങ്ങളിട്ട ഡ്രസ്സുകളാണോ സുഭാഷ് ഏട്ടാ" എന്ന് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. ചോദിച്ചുകൊണ്ട് അതിലൊരു ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ട്. "ഇതെന്താ, ഇതൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ" എന്ന് നിധി പറയുന്നത് കേട്ട് "അത് പിന്നെ ഹരീഷ് ജനിക്കുമ്പോൾ പെൺകുഞ്ഞാണെന്ന് അമ്മ കരുതിയത്, അങ്ങനെ വാങ്ങി വെച്ചതാ" എന്ന് പറയുമ്പോഴേക്കും "ആൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ എല്ലായിടത്തും മാറ്റി വെച്ചിരിക്കുമല്ലേ" എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ അവനെ ഉടുപ്പിച്ചിരുന്നതാ മോളെ. 3 വയസ്സ് വരെ ഇതൊക്കെ ഇവനെ ഇടിയിച്ച് മുടിയൊക്കെ കെട്ടിവെച്ച് റിബണൊക്കെ കെട്ടി പൊട്ട് തൊട്ട് ബ്യൂട്ടി സ്പോട്ടൊക്കെ വെച്ച് അങ്ങനെയാ ഇവനെ കൊണ്ടു നടന്നിരുന്നേ" എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് നിധിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. "അമ്മയ്ക്ക് ഇവൻ പെൺകുട്ടി തന്നെയായിരുന്നു. ഹരിമോളെന്നാ വിളിച്ചിരുന്നത്" എന്ന് സുഭാഷ് പറയുമ്പോൾ "ഹരിമോള്, ഹരിമോളെ, പൊന്നുമോളെ" എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഹരീഷിനെ കളിയാക്കുന്നുണ്ട്. "ശരിക്കും ഇവൻ കാണാനും പെൺകുട്ടിയെ പോലെയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വരുന്നവരും ഇവൻ പെൺകുട്ടിയാണെന്നാ കരുതിയിരുന്നേ" എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി "ആ ഡ്രസ്സിങ് തന്നെ" എന്ന് പറഞ്ഞ് സുധീഷ് ആ ഡ്രസ്സ് എടുത്ത് ഹരീഷിന്റെ ദേഹത്ത് വെച്ച് നോക്കുന്നുണ്ട്. "ആഹാ സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ നല്ല സുന്ദരി മോളായില്ലേ" എന്ന് സുധീഷ് ചോദിക്കുന്നത് കേട്ട് ഹരീഷും അവനെ തട്ടി മാറ്റിക്കൊണ്ട് ഡ്രസ്സൊക്കെ നേരെയാക്കുന്നുണ്ട്. "ഇനി ഇതൊക്കെ എടുത്ത് കളഞ്ഞൂടെ? സ്ഥലം മെനക്കെടുത്താനായിട്ട് ഇതൊക്കെ ഇനി സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ടോ? നിങ്ങൾ ഇതൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വയ്ക്കേ" എന്ന് നിധി പറയുന്നത് കേട്ട് ഹരീഷും സുഭാഷും ഒക്കെ ചേർന്ന് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തിരിക്കുന്ന ഭാസ്കരനും എല്ലാ സാധനങ്ങളും എടുത്ത് തൻ്റെ കട്ടിലിനടുത്ത് കൊണ്ടുവയ്ക്കുന്നത് കണ്ട് "എന്തിനാടാ ഈ കുപ്പയൊക്കെ എടുത്ത് എൻ്റെ കട്ടിലിനടുത്ത് തന്നെ വയ്ക്കുന്നേ" എന്ന് അവരോടായി ചോദിക്കുന്നുണ്ട്. "എല്ലാ കുപ്പയും ഒരുമിച്ചിരിക്കട്ടെ എന്ന് കരുതിയാ" എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും നിധി അവിടെ ഉണ്ടായിരുന്ന ഒരു തകരപ്പെട്ടി തുറക്കുന്നുണ്ട്. അതിലേക്ക് നോക്കിക്കൊണ്ട് "ഇതൊക്കെ എന്താ സുഭാഷ് ഏട്ടാ, കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ" എന്ന് നിധി ചോദിക്കുമ്പോൾ "അതൊക്കെ പഴയ ഫോട്ടോസാ മോളെ" എന്ന് സുഭാഷും പറയുന്നുണ്ട്. "സുഭാഷ് ഏട്ടാ, ഇതൊക്കെ നമ്മുടെ പഴയ ഫോട്ടോസ് അല്ലേ? ഇതൊക്കെ ഇതിലായിരുന്നു ഉണ്ടായിരുന്നേ. ഞാൻ കുറെ നോക്കിയതാ, പക്ഷെ എവിടുന്നും കിട്ടിയില്ല" എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി അതിൽ നിന്നും ഒരു അമ്മയും 3 മക്കളും നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്.
ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ആ ഫോട്ടോ വാങ്ങി നിധിക്ക് അമ്മയെയും സുഭാഷ് ഏട്ടനെയും സുധീഷിനെയും ഹരീഷിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സുധീഷും ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ആഹാ ദേ നോക്കടാ ഞാൻ ചുള്ളനായിട്ടില്ലേ എന്ന് പറയുമ്പോ എവിടുന്ന് അന്നും ഇന്നും സുഭാഷ് ഏട്ടൻ തന്നെയാ ചുള്ളൻ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി മറ്റൊരു ഫോട്ടോ എടുത്തുകൊണ്ട് നോക്ക് ഇതാ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോ അപ്പോഴേക്കും നികേഷും അവർ മൂന്നുപേരും അമ്മയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നോക്കിക്കൊണ്ട് സുഭാഷ് ഏട്ടാ നിങ്ങൾ മൂന്നുപേരും അമ്മയുടെ കൂടെ ഫോട്ടോയിലുണ്ടല്ലോ പിന്നെന്താ ഞാൻ മാത്രം ഇല്ലാത്തെ എന്ന് ചോദിക്കുന്നത് കേട്ട് സുഭാഷും ഒരു പരിങ്ങലോടെ ഹരീഷിനെയും സുധീഷിനെയും നോക്കുന്നുണ്ട്. അത് പിന്നെ ഹരീഷ് അപ്പൊ ചെറുതാ നീ അതിലും ചെറുതാ തൊട്ടിൽ കിടക്കുന്ന പ്രായല്ലേ അതുകൊണ്ടായിരിക്കും നീ ഫോട്ടോയിലില്ലാത്തെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിങ്ങളെന്താ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ തൂക്കാത്തെ എന്ന് നിധി ചോദിക്കുമ്പോ അത് പിന്നെ മോളെ അമ്മയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു അതാ വെക്കാത്തെ എന്ന് സുഭാഷ് നിധിയോടായി പറഞ്ഞുകൊണ്ട് എടാ ഇതൊക്കെ ഒന്ന് എടുത്തു വച്ചേക്ക് ഏതായാലും പാത്രമൊന്നും കിട്ടിയില്ലല്ലോ പിന്നെന്തിനാ ഇതൊക്കെ നോക്കുന്നേ എന്ന് സുധീഷിനോടായി പറയുന്നുണ്ട്. അത് കേട്ട് നികേഷും നിക്കട്ടെ കുറെ ഫോട്ടോസും കൂടിയുണ്ട് അതും കൂടി ഒന്ന് നോക്കാം സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും നോക്കുന്നത് കണ്ട് എന്തിനാ നികേഷ് ഇതൊക്കെ നോക്കുന്നേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്തിനാ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടി ഇതൊക്കെ നോക്കുന്നേ എന്ന് പറഞ്ഞ് ഹരീഷ് ആ പെട്ടി അടയ്ക്കാൻ നോക്കുമ്പോഴേക്കും നിക്ക് ഏതായാലും നമ്മൾ നോക്കി തുടങ്ങിയതല്ലേ ഇനി കുറച്ചുകൂടി ഉണ്ട് അതും കൂടി നോക്കട്ടെ ചിലപ്പോൾ സുധീഷേട്ടന്റെ ബാഗൊക്കെ കിട്ടിയ പോലെ എന്റെയും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന് നികേഷും പറയുന്നുണ്ട്. നികേഷ് വീണ്ടും അതിൽ നോക്കിക്കൊണ്ട് അവർ നാലുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് സുഭാഷ് ഏട്ടൻ ഇത് സുധീഷ് ഏട്ടൻ ഇത് ഹരീഷ് ഏട്ടൻ ഇത് ഞാൻ എന്നവൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഇതിൽ വലിയ ചെറുക്കനായിട്ടുണ്ടല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് ഫോട്ടോ നോക്കിക്കൊണ്ട് ഞാൻ ഈ ഫോട്ടോയിൽ കുറച്ചുകൂടി ചിരിക്കായിരുന്നു അല്ലേ ഏട്ടത്തി എന്ന് നിധിയോടായി ചോദിക്കുമ്പോൾ ഇട്ട് ചിരിപ്പിക്കാടാ വേണമെങ്കിൽ നിന്നെ കൊണ്ട് ആ ട്രെൻഡ് സോങ്ങിൽ ഡാൻസും കളിപ്പിക്കാം എന്ന് നിധി പറയുമ്പോൾ ഏത് പാട്ട് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ വണ്ണമയിലേറും എന്ന പാട്ട് നിധിയും പാടുന്നുണ്ട്. നികേഷും ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോഴും ടെൻഷനോടെ നിൽക്കാണ് സുഭാഷും ഹരീഷും നികേഷും. അപ്പോഴേക്കും നികേഷും സംശയത്തോടെ സുഭാഷ് ഏട്ടാ ഇതെന്താ ഞാനും അമ്മയും കൂടിയുള്ള ഫോട്ടോ ഇല്ലാത്തത് ഇത് സുഭാഷ് ഏട്ടനും അമ്മയും ഇത് സുധീഷ് ഏട്ടനും അമ്മയും ഇത് ഹരീഷ് ഏട്ടനും അമ്മയും ഇത് നിങ്ങൾ മൂന്ന് പേരും അമ്മയുടെ കൂടെയുള്ളത് ഞാൻ മാത്രം അമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്നവൻ പറയുമ്പോൾ സുഭാഷും ടെൻഷനോടെ സുധീഷിനെയും ഹരീഷിനെയും നോക്കുന്നുണ്ട്. എടാ അതിനൊന്നും നേരം കിട്ടിക്കാണില്ല എന്ന് സുഭാഷ് പറഞ്ഞുകൊണ്ട് സുധീഷ് ഹരീഷെ ആ പെട്ടി അങ്ങ് എടുത്തു വെച്ചേ എന്നവരോടായി പറയുന്നുണ്ട്. അവർ ആ പെട്ടി പൂട്ടി വയ്ക്കാനായി നോക്കുമ്പോഴേക്കും നിക്ക് ഞാൻ ഇനി കുറച്ച് ഫോട്ടോസും കൂടിയേ ഉള്ളൂ ഞാൻ അതും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് നികേഷ് പറയുന്നത് കേട്ട് സുഭാഷും ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഇതാ വേറൊരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് നിധി പറയുന്നത് കേട്ട് എല്ലാവരും അതിലേക്ക് നോക്കാണ്. അത് വേറെ ആരുടെയോ ഫോട്ടോയാ അതിലേക്ക് വച്ചേക്ക് എന്ന് സുഭാഷ് പറയുമ്പോൾ ഇതാരുടെ ഫോട്ടോയാ സുഭാഷ് ഏട്ടാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല അത് അതിലേക്ക് വച്ചേക്ക് നികേഷേ എന്ന് സുഭാഷും പറയാണ് എന്ന് സുഭാഷ് അപ്പോഴേക്കും നികേഷ് സംശയത്തോടെ അതെന്താ സുഭാഷ് ഏട്ടൻ അറിയാത്തെ നമ്മുടെ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയിൽ ഇവരുടെ ഫോട്ടോയും വെച്ചിരിക്കുന്നു എന്നിട്ടും സുഭാഷ് ഏട്ടൻ അറിയില്ലേ ഇതാരാണെന്ന് എന്നവൻ ചോദിക്കുമ്പോൾ ഭാസ്കരനും അപ്പോഴേക്കും തന്റെ കട്ടിലിനടുത്ത് വെച്ച പെട്ടിയൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവച്ച് കിടക്കുന്നിടത്ത് കുപ്പയൊക്കെ കൊണ്ടുവയ്ക്കുന്നേ എന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയുടെ ഫോട്ടോ എങ്ങനെയാ ഈ പെട്ടിയിൽ വന്നേ എന്ന് നികേഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നത് കേട്ട് നീ ഇങ്ങ് തന്നേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. ഓ ഇതാണോ ഇത് നമ്മുടെ ചെറിയമ്മയല്ലേ കണിയാപുരത്തെ എന്ന് സുധീഷ് പറയുമ്പോൾ കണിയാപുരത്തെ ചെറിയമ്മയോ എനിക്കറിയില്ലല്ലോ അവരെ എന്ന് നികേഷും പറയുന്നുണ്ട്. നിനക്ക് എങ്ങനെ അറിയാനാടാ നീ ചെറുതല്ലേ അവരുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടിട്ട് കാലം എത്രയായി എന്ന് നികേഷിനോടായി പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ അറിയാമായിരിക്കുമല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. ആ കണിയാപുരത്തെ ചെറിയമ്മയല്ലേ എനിക്കറിയാം എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് നികേഷും സംശയത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛനകത്തേക്ക് കയറി വന്ന് കണ്ട കുപ്പയും ചവറൊക്കെ കിടക്കുന്നിടത്താണോടാ വയ്ക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്താ എന്നവരോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി ഭാസ്കരൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഇത് നോക്കിയേ ഈ ഫോട്ടോയിൽ അച്ഛൻ സുന്ദരനായിട്ടുണ്ട് എന്ന് പറയുന്നത്. ആഹാ ഏത് ഫോട്ടോയാ നോക്കട്ടെ എന്നും പറഞ്ഞ് ഭാസ്കരനും ആ ഫോട്ടോ വാങ്ങി നോക്കുന്നുണ്ട്. അയാൾ ആ ഫോട്ടോ നോക്കി പഴയ ഓർമ്മകളൊക്കെ പറയുമ്പോഴേക്കും സുഭാഷ് സുധീഷിനോടായി കയ്യിലുള്ള ഫോട്ടോ പെട്ടിയിലേക്ക് ഇടാൻ പറയുന്നുണ്ട്. നോക്കട്ടെ വേറെ ഫോട്ടോസ് ഉണ്ടോ എന്നയാൾ ചോദിക്കുമ്പോൾ നിധി അമ്മയുടെ കൂടെ അവർ മൂന്നുപേര് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ആഹാ നന്നായിരിക്കുന്നല്ലേ സുബു സുധി ഹരി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കാണ്. അപ്പോഴേക്കും നികേഷും എല്ലാവരും അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ മാത്രമില്ല അതെന്താ എന്റെ മാത്രം ഫോട്ടോ എടുക്കാഞ്ഞേ എന്ന് ചോദിക്കുമ്പോഴേക്കും വേറെ ഏതൊക്കെ ഫോട്ടോ ഉണ്ട് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ അതൊക്കെ നോക്കുന്നേ ഒരു പാത്രം തെരഞ്ഞു നോക്കിയതാ അതും പറഞ്ഞ് പഴയ ഫോട്ടോസൊക്കെ നോക്കണോ മതി നോക്കിയത് എന്നും പറഞ്ഞ് ഹരീഷ് അച്ഛന്റെ കയ്യിലുള്ള ഫോട്ടോ പിടിച്ച് വലിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഫോട്ടോ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. അച്ഛൻ സംശയത്തോടെ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേക്കും നേരത്തെ അവർ നോക്കി നിന്ന സ്ത്രീയുടെ ഫോട്ടോയായിരുന്നു അത്. ഭാസ്കരൻ ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ചെറിയമ്മയുള്ള കാര്യം എന്നോടാരും പറഞ്ഞില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്.
ചെറിയമ്മയോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഈ ചെറിയമ്മയെ പറ്റി എനിക്ക് മാത്രം എന്താ അറിയാതെ, എന്താ ഈ ചെറിയമ്മയുടെ പേര് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ രേവതി ചെറിയമ്മ എന്ന് സുധീഷും പറയുന്നുണ്ട്. നമ്മൾക്ക് ഇവരുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ലേ, ഇവരെവിടെയാ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അവരുമായി നമ്മൾക്കിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ലടാ, എത്രയോ കാലം മുന്നേ ബന്ധമൊക്കെ വിട്ടു പോയതല്ലേ, അതാ പറഞ്ഞേ അവരുമായിട്ട് നമുക്കിപ്പോ ഒരു ടച്ചും ഇല്ലാന്ന് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും മതി മതി എല്ലാം എടുത്തു വെച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അച്ഛന്റെ കയ്യിലുള്ള ഫോട്ടോ ഒക്കെ വാങ്ങിക്കൊണ്ട് പെട്ടിയിലിട്ട് അത് അടയ്ക്കാൻ പോകുമ്പോഴേക്കും ഇതാ നോക്കിയേ എന്ന് പറഞ്ഞ് നികേഷ് ഒരു ഫോട്ടോ എടുത്ത് അവരെ കാണിക്കുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ ചെറിയമ്മ നികേഷിനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോയാണ് അവൻ കാണുന്നത്. ദേ ഞാൻ ചെറിയമ്മയുടെ കൂടെ എന്ന് നികേഷ് പറയുന്നത് കേട്ട് ഭാസ്കരനും ആ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. സുഭാഷും ഒന്നും പറയല്ലേ എന്ന് കൈകൊപ്പിക്കൊണ്ട് ഭാസ്കരനോട് ആംഗ്യം കാണിക്കാണ്. ദേഷ്യത്തോടെ സുഭാഷിനെ നോക്കി നിൽക്കുന്ന ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷം